മാർക്കണ്ഡേയന്റെ സമീപത്തോട്ടേക്ക്. മാർക്കണ്ഡേയൻ അപ്പോഴും ശിവഭഗവാനിൽ ആ മന്ത്രം ജപിച്ചിരിക്കുകയാണ്. മാർക്കണ്ഡേയനെ വിളിച്ചു, ഹേ മാർക്കണ്ഡേയ. മാർക്കണ്ഡേയൻ തിരിഞ്ഞു നോക്കിയില്ല. കാലന് അതികോപം. കോപാക്രാന്തനായി തീർന്ന കാലൻ തന്റെ കയ്യിലിരുന്ന ആ കയറെടുത്ത് പാശമെടുത്ത് മാർക്കണ്ഡേയനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ആ കയറും മാർക്കണ്ഡേയനും ശിവലിംഗവും ഒന്നിച്ചു കൂട്ടി. ആ കയറിനെ ശിവഭക്തനായ മാർക്കണ്ഡേയനെ കൊല്ലുന്നതിന് വേണ്ടി കാലൻ തന്റെ കാളപ്പുറത്തിരുത്ത് അതാ വലിഞ്ഞു മുറുക്കുകയാണ്. അതാ വലിഞ്ഞു മുറുക്കുന്നതിന്റെ ഇടയിൽ കാലന് നമ്മുടെ ശിവഭഗവാന് ശ്വാസം മുട്ടുന്നു. അതാ കണ്ണ് പുറത്തേക്ക് തള്ളുന്നു. നിവൃത്തിയില്ലാതെ ശിവഭഗവാൻ ശിവലിംഗത്തിൽ നിന്ന് പുറത്തേക്ക് ചാടി. ശിവഭഗവാൻ പുറത്തേക്ക് ചാടിയതോടുകൂടി കാലൻ അസ്തമിച്ചു എന്ന് തന്നെ പറയാം. കാലനെ നോക്കി അദ്ദേഹം തന്റെ ചൂണ്ടുവിരൽ കാണിച്ചു. കാലൻ ഭസ്മീകൃതമായി. അങ്ങനെ കുറെ കാലം ഇവിടെ കാലൻ ഇല്ലാത്ത കാലമായി മാറി എന്ന് ആ പുരാണം ഉദ്ഘോഷിക്കുന്നു. ജന്മമുണ്ടെങ്കിൽ ഞാനോ ചന്ദ്രകലാധരയാകും. ഈ ആവശ്യം മറുവശത്ത് ദേവന്മാർക്കും ഒരു അത്യാവശ്യമായിരുന്നു. പാർവതിയെ ശിവൻ വിവാഹം കഴിക്കണമെന്നുള്ള പാർവതി ദേവി ഉഗ്രമായ തപസ്സനുഷ്ഠിച്ചു. ശിവഭഗവാൻ അവളുടെ തപസ്സിൽ ഒന്നും വഴുതിയില്ല. ആ ഭാഗത്തേക്ക് അദ്ദേഹം നോക്കിയില്ല. ദേവന്മാർ ഭയന്നു. ശിവഭഗവാൻ ഇങ്ങനെയായാൽ പാർവതിയുടെ വ്രതം തെറ്റുക തന്നെ ചെയ്യും. പാർവതി ദേവി കഠിനമായി തപസ്സനുഷ്ഠിച്ചു. ദേവിയുടെ തപസ് ത്രിലോകങ്ങളിലും ആ പ്രകമ്പനം സൃഷ്ടിച്ചു. എന്തിനേറെ വലിയ പർവ്വതങ്ങൾ പോലും അവിടെ പറന്നു നടന്നു. എന്നിട്ടും ശിവഭഗവാൻ അണുവിട അതിൽ നിന്നും വ്യതിചലിച്ചില്ല. കുറച്ചുനാൾ കഴിഞ്ഞിട്ട് ശിവനാകട്ടെ പാർവതിയുടെ തപസ്സിൽ സംപ്രീതനായി. ഇതിനിടയിൽ കാമദേവൻ വന്ന് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ നോക്കി. കാമദേവനെ ശിവൻ തന്റെ തൃക്കണ്ണുകൊണ്ട് ഭസ്മീകരിച്ചു. അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അറിയിച്ചു, അല്ലയോ ദേവി, നീ ഒന്ന് മനസ്സിലാക്കുക, എന്നോടൊപ്പം കഴിഞ്ഞുകൂടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആയതിനാൽ നീ മറ്റൊരു രാജകുമാരനെ വിവാഹം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞാൻ നൽകുന്നു. അതിനവൾ മറുപടി ഇങ്ങനെ ഉറച്ചു പറഞ്ഞു, ദേവാ, അങ്ങയെ ഞാൻ മനസ്സാൽ ഭർത്താവായി വരിച്ചുപോയി. മറ്റൊരാളെയും ഞാൻ വിവാഹം കഴിക്കുകയില്ല. ഇത് സത്യം, സത്യം, സത്യം. നടരാജ നടനം തക 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 കൊട്ടിയാടും.